മൂവാറ്റുപുഴ കല്ലൂർക്കാട് പോലീസ് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തി. മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം കേസിലെ 2ാം പ്രതി ആസിഫ് ഇപ്പോഴും ഒളിവിലാണ്. മദ്യപിച്ച് കാറിൽ ഇരിക്കുമ്പോൾ എത്തിയ പോലീസിനെ കണ്ട് ഭയന്നതാണ് സംഭവത്തിന് കാരണമെന്ന 1ാം പ്രതിയായ ഷെരീഫിന്റെ മൊഴി. ബുധനാഴ്ച രാവിലെ മൂവാറ്റുപുഴ കോടതിയിൽ അഭിഭാഷകനൊപ്പം കീഴടങ്ങിയ പ്രതിയെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സംഭവശേഷം തൊടുപുഴയിൽ കാർ ഉപേക്ഷിച്ച് കൊല്ലത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതറിഞ്ഞ് കോടതിയിൽ കീഴടങ്ങിയതാണ് എന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവം നടന്ന കദളിക്കാട് മേഖലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പോലീസിനെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി ആസിഫ് ഇപ്പോഴും ഒളിവിലാണ്. മൂവാറ്റുപുഴ, തൊടുപുഴ സ്റ്റേഷനുകളിലായി ഇരുവർക്കുമെതിരെ നിരവധി ലഹരി കേസുകളുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള ഷെരീഫ് 2 ലഹരി കേസുകളിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് എന്ന് പോലീസ് പറയുന്നു. തൊടുപുഴയിൽ നിന്ന് ഷെരീഫ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഒരു കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം 2ാം പ്രതി ആസിഫിനെ കുറിച്ച് ഇതുവരെയും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. 24 തൊടുപുഴ.